പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം റോമ 4:20 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് വിശ്വാസത്തെക്കുറിച്ച്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഈശോ പറയുന്നത് എങ്ങനെയാണ്? വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ തലതൊട്ടപ്പനായ അബ്രാഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, ആ വിശ്വാസത്തെ അബ്രാഹാം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അവൻ്റെ ഹൃദയത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കില്ല എന്ന് ഞാനും നിങ്ങളും വിചാരിച്ചിരിക്കുന്ന കാര്യം, നമ്മുടെ കുടുംബത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം, അത് എൻ്റെ ഈശോയിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. ആ വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വചനം പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ലഭിച്ച വിശ്വാസം അത് പകർന്നു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. 1 മക്കബായ 10:56 പറയുന്നു, നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് എഴുതുവാൻ സാധിക്കണം. തിരുവചനം എഴുതുവാൻ, തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ആമേൻ.